പ്രിയ ദൈവമൈതലേ, ഈ ലോകത്തിൽ ഉള്ള എല്ലാ സന്തോഷങ്ങളും ക്രിസ്തുവില്ല എങ്കിൽ അതെല്ലാം പൊട്ടക്കിണറുകളാണ്, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളാണ്, അർത്ഥശൂന്യമാണ്, നശിച്ചു പോകുന്നതാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗികളുടെ പുസ്തകം 2-ാം അധ്യായമാണ്. ഈ ലോകം മുഴുവനും സന്തോഷം അനുഭവിക്കുവാനായി വ്യത്യസ്ത കാര്യങ്ങളെ ചെയ്യുന്നു. സന്തോഷത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ പലവിധമായുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതമാണ് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്നോട് തന്നെ താൻ പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞാണ് 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. വരിക, സന്തോഷം കൊണ്ട് ഞാൻ നിന്നെ പരീക്ഷിക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ വേണ്ടി പലവിധമായുള്ള കാര്യങ്ങൾ താൻ ചെയ്യുന്നു. അതിമനോഹരങ്ങളായ കൊട്ടാരങ്ങൾ, സ്ത്രീകൾ, സമ്പത്ത്, രാജകീയ ബന്ധങ്ങൾ, അഗ്രികൾച്ചർ, ജലസേചന പദ്ധതികൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തനിക്ക് ചെയ്യുവാൻ കഴിയുമോ സഭാപ്രസംഗി, ഇസ്രായേലിൻ്റെ രാജാവ്, താൻ അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് തിരിഞ്ഞ് താൻ തൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കുകയാണ്, തൻ്റെ പ്രയത്നങ്ങളെല്ലാം നോക്കുകയാണ്. അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വേദഭാഗമുണ്ട്. ആ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം താൻ എപ്രകാരമാണ് ആ സന്തോഷത്തിനു വേണ്ടി താൻ ചെയ്തത്, ഏതറ്റം വരെ പോയി എന്നുള്ള കാര്യമാണ്. ആ 10-ാമത്തെ വാക്യമാണ് വന്ന്, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. തൻ്റെ കണ്ണ് എന്താഗ്രഹിച്ചോ, തൻ്റെ ഹൃദയം എന്താഗ്രഹിച്ചോ അതിനെ എല്ലാം താൻ നേടി സന്തോഷിപ്പിച്ചു. തൻ്റെ ശരീരത്തെ സന്തോഷിപ്പിച്ചു, തൻ്റെ ജീവിതത്തെ സന്തോഷിപ്പിച്ചു. എന്നാൽ താൻ തിരിഞ്ഞ് തൻ്റെ ഈ പരിശ്രമങ്ങളെല്ലാം നോക്കുമ്പോൾ സഭാപ്രസംഗി പറയുവാണ്, ഇതെല്ലാം വ്യർത്ഥമാണ്, ഇതിനൊന്നിനും ഒരു പ്രോഫിറ്റ് ഇല്ല, ഇതിനൊന്നിനും ഒരു ലാഭമില്ല. ഇത് നാം നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ സന്തോഷത്തിനു വേണ്ടി, ആനന്ദത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്നൊന്ന് ധ്യാനിച്ചു നോക്കുക. ഈ ലോക മനുഷ്യൻ ഭൗതികതയുടെ നരകത്തിൽ തൃപ്തി നൽകുവാൻ കഴിയാത്ത പലവിധമായ കാര്യങ്ങൾ കൊണ്ട് അവർ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കർത്താവായ യേശുക്രിസ്തു പുതിയൊരു തലം തുറന്നു തന്നു. ആവശ്യത്തിന് സുഖം കിട്ടിയാൽ മനുഷ്യൻ സന്തോഷവാനാകുമെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. എന്നാൽ സഭാപ്രസംഗി പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ എല്ലാം കൂടുതൽ സന്തോഷത്തിലും സുഖവും അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇതെല്ലാം മായയാണ്, ഇതെല്ലാം വ്യർത്ഥമാണ്. തൻ്റെ കണ്ണ് ആഗ്രഹിച്ചത്, തൻ്റെ ഹൃദയം സന്തോഷിക്കുവാൻ ആഗ്രഹിച്ചത് സകലതും നേടിയ ശലോമോൻ. നാം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഭയങ്കര ഡേഞ്ചറായ ഒരു ടീച്ചിങ് നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ കണ്ണിന് എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം എന്താണോ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനെ നേടുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നിങ്ങൾക്ക് അതിനെ എല്ലാം തരും. എന്നാൽ സംഖ്യാപുസ്തകം 15-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ 39 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും. അപ്പോൾ എങ്ങനെ നടക്കരുത്? നമ്മളുടെ ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം നടക്കരുത്. നമ്മളുടെ ജീവിതത്തെ നാം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ കണ്ണുകൾക്കനുസരിച്ച് നാം എന്താണോ കണ്ടിഷ്ടപ്പെടുന്നത് അതിനെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഹൃദയം എന്താഗ്രഹിക്കുന്നു അതിനെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിന് യാതൊരു വിധമായുള്ള പ്രാധാന്യവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നില്ല. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലും നമ്മളോടുള്ള ദൈവീക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മൾ. ഈ ഭൗമികമായുള്ള കാര്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത്. എന്നാൽ
യേശു ക്രിസ്തു സന്തോഷത്തിന് പുതിയൊരു മാനം, പുതിയൊരു തരം നമുക്ക് തുറന്നു തന്നു. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നതെല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. എന്നാൽ കർത്താവില്ലാതെയുള്ള സന്തോഷം, ഇപ്രകാരമാണ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, ആകെ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളുമായി നാം ബന്ധപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും എപ്രകാരമാണ്? ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തുയേശുവിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാകണം. അല്ലാതെയുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാം മായയാണ്, വ്യർത്ഥമാണ്. അത് ആ പരിശ്രമങ്ങളെല്ലാം ഒന്നും ലാഭമില്ലാത്തതാണ്, അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എത്രത്തോളം സന്തോഷമായി ജീവിക്കാം, എങ്ങനെ മക്കൾക്ക് സന്തോഷമായി ജീവിക്കാം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. എന്നാൽ വാസ്തവമായി എന്നേക്കും നിലനിൽക്കുന്ന ആ ഒരു സന്തോഷം ലഭിച്ചവരാണ് നമ്മൾ. എന്നാൽ ആ സന്തോഷം നമ്മൾക്ക് വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞായറാഴ്ച രാവിലത്തെ ആ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിങ്ങുകളോ ഉപവാസ പ്രാർത്ഥനകളോ അല്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ സഭാപ്രസംഗിയെ പോലെ കൊട്ടാരങ്ങൾ പണിതും വീടുകൾ പണിതും ബാക്കി നമ്മുടെ കണ്ണുകൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷവും ഒക്കെ നേടുന്നതിലാണോ നമ്മൾക്ക് സന്തോഷമുള്ളത്? അതിലാണോ നാം ആനന്ദിക്കുവാൻ, ആനന്ദം കണ്ടെത്തുവാനായി ഇരിക്കുന്നത്? അതിനുവേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്? എന്നാൽ യേശുക്രിസ്തു തുറന്നു തന്ന ആ പുതിയ വഴി, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ പുതിയ വഴി, കർത്താവിൽ സന്തോഷിക്കുവാൻ, അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ, അതിനെ ഇഷ്ടപ്പെടുവാൻ, സന്തോഷിക്കുവാൻ, ദൈവഹിതമറിയുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ, ദൈവവചനം വായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ, എല്ലാറ്റിലും ഉപരിയായി കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയ ദൈവമൈതലേ, ഈ ലോകത്തിൽ ഉള്ള എല്ലാ സന്തോഷങ്ങളും ക്രിസ്തുവില്ല എങ്കിൽ അതെല്ലാം പൊട്ടക്കിണറുകളാണ്, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളാണ്, അർത്ഥശൂന്യമാണ്, നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ എന്ത് ചെയ്താലും കർത്താവിൽ, ക്രിസ്തുവേശുവിൽ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ചെയ്യാം. അതിലാകട്ടെ നമ്മുടെ സന്തോഷം. ആ ക്രൂശ് ചുമക്കുന്നതിലാകട്ടെ സന്തോഷം, സ്വയം ത്യജിക്കുന്നതിലാകട്ടെ സന്തോഷം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.